ഖാർഗെയും അടക്കമുള്ളവർ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേതാക്കളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പുറത്തിറങ്ങിയായിരുന്നു. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പുറത്തിറങ്ങി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധി വയനാട് പ്രിയങ്ക ഗാന്ധിയും പുറത്തിറങ്ങും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നേതാക്കൾ ഇറങ്ങുന്ന മുറയ്ക്ക് അവരെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ് തിരിക്കുന്നത്. കാരണം ചടങ്ങിന് ഇനി ഏകദേശം മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. VD സതീശൻ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഇനി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുറത്തേക്ക് വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം KC വേണുഗോപാലും ഷാഫി പറമ്പിൽ എമ്മിലും പുറത്തേക്ക് വരികയാണ്. എന്തെങ്കിലും പ്രതികരണം രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. രാഹുൽ ഗാന്ധി വളരെ സന്തോഷകരമായിട്ട് വരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഭിമാന നിമിഷത്തിന്റെ സാക്ഷിയാകാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നുണ്ട്. വളരെ മല്ലികാർജ്ജുൻ ഖാർഗെ കാറിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യമാകുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വാഹനത്തിൽ കയറുകയാണ്. എല്ലാവരും നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. KC വേണുഗോപാൽ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും വാഹനത്തിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന ആ നിമിഷത്തിന് ഇനി മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ടി നേതാക്കൾ എല്ലാവരും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ശരി സനൂപ് പറഞ്ഞതുപോലെ ഇത് UDF-നെ സംബന്ധിച്ച സ്വപ്ന സാക്ഷാത്കാരമാണ്. നമ്മളിപ്പോൾ സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഇതാ സ്റ്റേഡിയത്തിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹവും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിലേക്ക് പദവിയിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൗതുകകരമായ കാഴ്ചയാണ്, അസുലഭമായ മുഹൂർത്തമാണ്. അപ്പോൾ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുൻപ് നമ്മൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും നമ്മൾ ആ വേദിയിൽ കാണുകയും ചെയ്തു. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ അവരുടെ സഹകരണത്തോടു കൂടിയാണ് UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ്. അക്ഷയ, പിണറായി വിജയൻ കുടുംബസമേതമാണോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരിക്കുന്നത്? മറ്റാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? കുടുംബസമേതമല്ല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇറങ്ങിയിട്ടുള്ളത്. MP A റഹീം, അതായത് ജില്ലയുടെ ചാർജുള്ള MP A റഹീം കൂടെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. മറ്റാരും തന്നെ ഇല്ല. പിണറായി വിജയനും A റഹീം ആണ് ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിന് മുൻപാണ് 9:30-ക്കാണ് ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്ന് അദ്ദേഹം തിരിക്കുമെന്ന് അറിയിച്ചിരുന്നത്. 9:43 അദ്ദേഹം ഇപ്പോൾ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഉടനെത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവ്യ, ശരി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അധികം വൈകാതെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അദ്ദേഹം കുടുംബസമേതമല്ല, A റഹീം MP ആണ് പിണറായി വിജയന്റെ കൂടെയുള്ളത്. നമ്മുടെ കുട്ടികൾക്കും അടുത്ത തവണ ഇവിടെ ജീവിക്കണം എന്ന് പറയുന്ന